ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സർ. ഇത് പുതിയ ഫാഷനാണ് സാർ. എന്നാ ഇത് പാക്ക് ചെയ്തോ. ശരി സാർ, താങ്ക് യു സാർ. ബില്ല് എങ്ങനെയാണ് സാർ? കാർഡാണോ അതോ? കണ്ണേറ്റ ഇവിടുന്ന് ഇഷ്ടംപോലെ സ്വർണ്ണം എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ, അതിനൊന്നും നിങ്ങൾ ബില്ല് ചോദിക്കാറില്ലല്ലോ. അത് പിന്നെ ഇത് കണ്ണൻ സാറിന്റെ ജ്വല്ലറിയില്ലേ സാർ. ഞാൻ ആ കണ്ണന്റെ അനിയനാണ്. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് സാറിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. എന്നാ പിന്നെ ഞാൻ തന്നെ കണ്ണേട്ടനെ വിളിച്ചോളാം. ഞാനിവിടെ ജ്വല്ലറിയില്ല. അതിനാ നീ അങ്ങോട്ട് പോയത്? ഒരു നെക്ലസ് എടുക്കാനായിട്ട് വന്നാ, കരുണയ്ക്ക് കൊടുക്കാൻ. ആ, ബില്ല് അടച്ചിട്ട് എടുത്തോണ്ട് വയ്ക്കോ. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതിന് നിനക്ക് സ്വർണം വാങ്ങാം. വേണമെങ്കിൽ പണിക്കൂലി ഞാൻ വേണ്ടെന്ന് വെക്കാം. അല്ലാതെ നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എന്റെ കടയിൽ സ്വർണം ഞാൻ തരില്ല. എത്ര രൂപയാ ആ ലക്ഷ്മിക്ക് വേണ്ടി അയാൾ മുടിച്ചത്? സ്വർണത്തിന് ഇപ്പൊ തീ പിടിച്ച വിലയാ. അതൊന്നും നോക്കാതെയല്ലേ അയാൾ ജ്വല്ലറിയിലെ സ്വർണ്ണമൊക്കെ അവൾക്ക് കൊണ്ടേ കൊടുത്തത്? തൽക്കാലം ഇതൊന്നും വലിയ വഴക്കാക്കണ്ടേ എടുത്തേ. എന്റെ വീട്ടില് ഞാനും അവളെ എങ്ങനെയാ ജീവിച്ചേന്ന് മഞ്ജുവിന് അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാല് വയ്യാത്തൊരാളെ കെട്ടി എന്നുള്ള പോരായ്മ മാത്രമേ അവക്കിപ്പോ ഉള്ളൂ. അല്ലാതെ നോക്കിയല്ലേ എന്നേക്കാൾ നേട്ടം ഉണ്ടായത് അവക്കാ. അവൾക്കറിയത്തില്ലല്ലോ ഈ കാണുന്നതൊക്കെ കണ്ണന്റെ ആണെന്ന്. കരുണ പറഞ്ഞതാ സത്യം. സ്വന്തം ഭാര്യയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി അയാൾ എന്നെ ഇടിച്ചു താഴ്ത്തി. എന്റെ കുഞ്ഞിന് പാദസേവ ചെയ്യാൻ നിന്റെ മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണമെന്നാ പറഞ്ഞേ. തിരിച്ചു വിളിച്ചാലും എന്റെ മകള് വരില്ല. കണ്ണൻ അവളെ വിടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം അവളോട് പറയില്ല. പറയില്ലല്ലേ? ഈ നിൽക്കുന്നതേ ഉണ്ണിയുടെ സ്വന്തം അമ്മയാ. ആ അമ്മ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുമ്പോ ഉണ്ണിക്കല്ലേ കണ്ണനേക്കാളും കുറച്ചുകൂടെ മേൽക്കോയ്മ വരേണ്ടത്. അതല്ലേ ശരി? അമ്മേ, അത് പിന്നെ കണ്ണന് വയ്യാത്തതല്ലേ? വയ്യാത്തവൻ ആ ബോധത്തോടെ ഒരു പൊടിക്ക് ഒതുങ്ങി ജീവിക്കണം ദുർഗെ. അവൾക്കൊരു നെക്ലസ് കിട്ടിയപ്പോ എന്റെ കുഞ്ഞിനും കൂടി അത് വേണമെന്ന് തോന്നി. അതെ, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മോൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ഞാനും പ്രതാപനും കൂടെ വാങ്ങിക്കൊടുക്കുമ്പോ മറ്റവള് ദൂരെ മാറി നിന്ന് കൊതിവിട്ടിട്ടേ ഉള്ളൂ. ഒന്നും അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്താ ഇവിടെ ഒരു വഴക്ക്? തമ്പ്രാനും തമ്പ്രാട്ടി അകത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്റെ അമ്മാവന്റെ വീട് വരെ പോകാനൊന്ന് റെഡിയാവുമായിരുന്നു. എന്താ എണ്ണ ഇത്? എന്റെ കുഞ്ഞിന് നെക്ലസ് വാങ്ങിക്കൊടുത്തപ്പോ നീ എന്തിനാ അതിനെ എതിർത്തത്? ഇനി ഞാനിവിടെ നിന്നാലേ നിങ്ങളുടെ മൂത്ത മരുമകളുടെ കരണക്കുറ്റിക്കൊണ്ടൊന്ന് കൊടുത്തെന്ന് വരും. നമ്മുടെ സ്ഥാപനങ്ങളും ഈ വീടും ഒക്കെ എന്റെ പേരിലാണെന്ന് കരുണയ്ക്കും കരുണയുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒന്നും അറിഞ്ഞൂടല്ലടാ.